ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ, കേരള ബാങ്ക് ക്ലർക്ക് കാഷ്യർ എന്നീ എക്സാമിനേഷനുകളുടെ സംയുക്തമായ കോച്ചിംഗ് ക്ലാസ്സിൻ്റെ സ്പെഷ്യൽ ക്ലാസ്സിൻ്റെ 6ാമത് അധ്യായത്തിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികളെയും സുഹൃത്തുക്കളെയും ഹാർദമായി സിലബസ് പ്രകാരമുള്ള പുതിയ ഒരു അതിപ്രധാനമായ ചാപ്റ്റർ ആണ് നമ്മൾ നോക്കുന്നത്. കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ ആൻഡ് കേരള എന്ന് പറയുന്ന സുപ്രധാനമായ ഒരു അധ്യായമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വിശദമായി. ഈ അധ്യായത്തിൽ നിന്നും നമ്മൾ 6 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതിലുള്ള സുപ്രധാനമായ പല ഏരിയകളും നമ്മളുടെ ആക്ട് ആൻഡ് റൂൾസ് ക്ലാസ്സിൽ നമ്മളതിൻ്റെ തുടക്കം വീഡിയോ നമ്പർ 2, 3, 4 വിശദമായി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എന്നാലും ഈ സിലബസ് പ്രകാരം ഉള്ള ആ ഏരിയ മാത്രം പറഞ്ഞുകൊണ്ട് എത്രയും പെട്ടെന്ന് വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് പ്രയോജനകരമാകുന്ന രീതിയിലാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് പ്രത്യേകമായിട്ട് ഈ വീഡിയോടൊപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ ആ നമ്പേഴ്സ് നമ്മുടെ അജിത് കുമാർ കോപ്പറേറ്റീവ് എരിയ സോണിൻ്റെ ആക്ട് ആൻഡ് റൂൾസിൻ്റെ 2, 3, 4 വീഡിയോകൾ കൂടി ഇതോടൊപ്പം കാണുന്നത് നിങ്ങൾക്കേറെ പ്രയോജനകരമായിരിക്കും. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ എൻഡ് സ്ക്രീനിൽ നമ്മൾ പ്രത്യേകമായി ചേർത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കൂടുതൽ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ടും തുടക്കത്തിൽ നോക്കുന്നത് എവല്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ, സഹകരണ നിയമത്തിൻ്റെ തുടക്കം എങ്ങനെ, അത് ഇന്നത്തെ രീതിയിൽ ഇവോൾവ് ചെയ്തത് എങ്ങനെ, അതിൻ്റെ ഒരു മാറ്റം ഏത് രീതിയിലാണ് എന്നുള്ളതും 1904 ആക്റ്റും 1912 ആക്റ്റും അതിൻ്റെ ഫീച്ചേഴ്സ് അവ തമ്മിലുള്ള മേജർ ഡിഫറൻസസ് അത് ഒരു ഘട്ടത്തിൽ നമ്മൾ ഈ സഹകരണം എങ്ങനെ ഒരു പ്രൊവിൻഷ്യൽ സബ്ജക്റ്റായി മാറി എന്നുള്ളതും, അതുപോലെ തന്നെ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ റെസൊല്യൂഷൻ 1986 അതിൻ്റെ പ്രധാനപ്പെട്ട സാലിയൻറ്റ് ഫീച്ചേഴ്സ് എന്താണ്, അതുപോലെ മോഡൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ബിൽ 1957 അത് സംബന്ധിച്ചും, അതുപോലെ തന്നെ 1991 മോഡൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ബില്ല് ബൈ പ്ലാനിംഗ് കമ്മീഷൻ അത് സംബന്ധിച്ചും, അതുപോലെ തന്നെ പാരലൽ കോപ്പറേറ്റീവ് ലാസ് ഉണ്ട്, നമ്മുടെ രാജ്യത്ത് പ്രിവെയിലിംഗ് ആയിട്ടുള്ള മറ്റ് പാരലൽ കോപ്പറേറ്റീവ് ലാസ് ഉണ്ട്, അത് സംബന്ധിച്ചും. മറ്റൊരു ഏരിയ ചോദിക്കാൻ സാധ്യതയുള്ളത് ഈ ആന്ധ്രാപ്രദേശ് മ്യൂച്വലി എയ്ഡഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഓഫ് 1995 അത് നമ്മുടെ സിലബസിൽ പ്രത്യേകം തന്നെ പരാമർശിച്ചിട്ടുള്ളൊരു ഏരിയയാണ്. അത് സംബന്ധിച്ചുള്ള ഭാഗങ്ങളും നമുക്ക് വിശദമായി തന്നെ നോക്കേണ്ടതുണ്ട്. അതുപോലെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഓഫ് 1984 അത് സുപ്രധാനമാണ്. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഓഫ് 1984 അത് 2002 പിന്നെ റീപ്ലേസ് ചെയ്തു. അത് സംബന്ധിച്ചുള്ള അതിൻ്റെ സാലിയൻറ്റ് ഫീച്ചേഴ്സ് നമുക്ക് നോക്കേണ്ടതുണ്ട്. അതുപോലെ അങ്ങനെ വന്നിട്ട് നമ്മൾ ഇപ്പോഴത്തെ 1969 പ്രസൻറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് അതിൻ്റെ സാലിയൻറ്റ് ഫീച്ചേഴ്സ് വരെയുള്ള പാഠഭാഗങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ വിശദമായി പരിശോധിക്കുന്നത്. ഇനി അതിൻ്റെ ആദ്യത്തെ ഭാഗത്തിലേക്ക് നോക്കാം. വളരെ ശ്രദ്ധാപൂർവ്വം നിങ്ങൾ കേട്ടിരിക്കുക. ഇതിൽ എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് ചോദിക്കാൻ സാധ്യതയുള്ള അലൈഡ് ഭാഗങ്ങളും നമ്മൾ സംസാരിച്ചു പോകും. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും പോലെ പേപ്പർ പെൻ കയ്യിൽ വയ്ക്കുക, പറയുന്ന ഭാഗങ്ങൾ കൃത്യമായി നോട്ട് ചെയ്യുക. നമ്മൾ ഇവിടെ നിങ്ങൾക്ക് കാണാനും സാധിക്കും. അതുകൊണ്ടൊരു ഡബിൾ എഡ്ജ് ആയിട്ടുള്ളൊരു ടീച്ചിങ് പാറ്റേൺ ആണ് നമ്മുടെ കേൾക്കുകയും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുകയും പിന്നെ പറഞ്ഞു പോകുന്ന മറ്റ് പ്രധാന പോയിന്റുകൾ നിങ്ങൾക്ക് തന്നെ നോട്ട് ചെയ്യുകയും ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു സംവിധാനമാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. അതിലേക്ക് നിങ്ങൾക്ക് വീണ്ടും എവല്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ എന്നുള്ള ആ പാഠഭാഗത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കേണ്ട ഒരു സംഗതി ഞാൻ മുൻപ് എൻ്റെ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിരുന്ന അതുപോലെ തന്നെ ദ ഇൻഡസ്ട്രിയൽ പ്രോവിഡൻസ് ആക്ട് ആണ് നമ്മുടെ മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച ഇൻഡസ്ട്രിയൽ പ്രോവിഡൻസ് ആക്ട് ആണ്. അതെന്നാണ് പാസ്സാക്കിയത്? 1852 ആരാണ് പാസ്സാക്കിയത്? അന്നത്തെ ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ ആ ഒരു നിയമമാണ് ലോകത്തിലെ തന്നെ ആദ്യത്തെ സഹകരണ ലെജിസ്ലേഷൻ അല്ലെങ്കിൽ സഹകരണ നിയമമായി കരുതപ്പെടുന്നത്. ഇത് ചോദിക്കാൻ സാധ്യതയുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. അതാണ് പേപ്പർ പെൻ എന്ന് ഞാൻ പറഞ്ഞത്, നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇൻഡസ്ട്രിയൽ പ്രോവിഡൻസ് ആക്ട് ഓഫ് 1852 പാസ്ഡ് ബൈ ദ ദെൻ ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ എവർ മെയ്ഡ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് വേൾഡ്. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റാണ്. ഇനി ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ പരാമർശിച്ചാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളെ ഒരു കാർഷിക രാജ്യമാണ്, നമ്മൾക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ തന്നെ. അപ്പോൾ കർഷകരുടെ സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള കാലഘട്ടമാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങളുടെ ശ്രദ്ധ ആ കാലഘട്ടത്തിലേക്കാണ് ഞാൻ കൊണ്ടുപോകുന്നത്. ആ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ കർഷകരുടെ സ്ഥിതി പരമദയനീയമായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. അവരുടെ കണ്ടീഷൻ ആ പീരീഡിൽ ഇന്ത്യൻ കർഷകരുടെ കണ്ടീഷൻ, അഗ്രികൾച്ചറിസ്റ്റിൻ്റെ കണ്ടീഷൻ വെരി ഡിപ്ലോറബിൾ ആയിരുന്നു, അല്ലെങ്കിൽ പതറ്റിക് ആയിരുന്നു അവരുടെ കണ്ടീഷൻ.
അവർ പിന്നെ മണി ലെൻഡേഴ്സിൻ്റെ ഒരു കാര്യം പറയാം, മണി ലെൻഡേഴ്സിൻ്റെ ക്ലച്ചസിലായിരുന്നു. എന്ന് പറഞ്ഞാൽ എന്താ, ഒരു നീരാളി പിടുത്തത്തിലായിരുന്നു. അപ്പോൾ സാമ്പത്തിക നേട്ടം തരാം എന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് വട്ടിപ്പലിശക്കാർ അല്ലെങ്കിൽ കൊള്ളപ്പലിശക്കാർ അവരുടെ കാർഷിക പ്രൊഡ്യൂസേഴ്സിനെ അല്ലെങ്കിൽ അവരുടെ പിന്നെ വിഭവങ്ങളെ ചൂഷണം ചെയ്യുകയും അവരെ അതിദാരിദ്ര്യത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഈ സാധാരണ കർഷകരെ ഈ വട്ടിപ്പലിശക്കാർ ചൂഷണം ചെയ്ത് അതിദാരിദ്ര്യത്തിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ ലാൻഡ് ഓണേഴ്സ് തന്നെ ലാൻഡ് ലെസ് ആയിട്ട് മാറുന്നു. അങ്ങനെ വളരെ പരിതാപകരമായ ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ എമർജൻസിനെ കുറിച്ച് അന്നത്തെ സർക്കാരുകൾ ആലോചിക്കുന്നത്. എന്താണ് 3 കാര്യങ്ങളാണ് അതിനകത്ത് പ്രധാനമായിട്ടും സിനേറിയോ. ഈ ഒരു അവസ്ഥ നമ്മുടെ മനസ്സിൽ വന്നാൽ ഒരു കാര്യം മനസ്സിലാവും. ഓയിങ് ടു ദിസ് സിനേറിയോ ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചറിസ്റ്റ്, ദ ഗവൺമെൻറ് ഓഫ് that time felt that the farmer could be helped by some measures of cooperative effort. ഇതാണ് അതിൻ്റെ തുടക്കമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഒരു സഹകരണ പ്രസ്ഥാനത്തിലൂടെ എങ്ങനെ ഈ ഫാർമേഴ്സിൻ്റെ, ഈ കർഷകരുടെ സ്ഥിതി നമുക്ക് ഒന്ന് ഉയർത്തിയെടുക്കാൻ പറ്റും എന്നാണ് അവർ ആലോചിച്ചത്. ആ കർഷകരുടെ സ്ഥിതി നമുക്കറിയാം, വളരെ ഫെമൈൻ, പട്ടിണി, അതിദാരിദ്ര്യം, അതുപോലെ തന്നെ പോവർട്ടി, ദാരിദ്ര്യം, അതുപോലെ തന്നെ ചൂഷണം, എക്സ്പ്ലോയിറ്റേഷൻ, അതുപോലെ തന്നെ ഇൻഡെറ്റഡ്നെസ്, കടക്കണിയിൽ പെടുത്തുക. ഈ മണി ലെൻഡേഴ്സിൻ്റെ പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് ഈ പറഞ്ഞ ഫെമൈൻ, പോവർട്ടി, എക്സ്പ്ലോയിറ്റേഷൻ, അതുപോലെ തന്നെ ഇൻഡെറ്റഡ്നെസ് ഇതെല്ലാം ഉണ്ടാകുന്നത് മണി ലെൻഡേഴ്സിൻ്റെ അമിതമായ ചൂഷണത്തിൻ്റെ ഫലമായിട്ടാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ഒരു കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ എമർജൻസിനെ കുറിച്ച് ചിന്തിക്കാൻ സർക്കാരിനെ ഇങ്ങനെ ആലോചിച്ച് 3 റിലീഫ് ആക്റ്റുകൾ യഥാർത്ഥത്തിൽ അന്നത്തെ ഇന്ത്യയിൽ പാസ്സാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഫലമായിട്ട് 3 ആക്റ്റുകളാണ് സർക്കാർ പാസ്സാക്കിയത്. ഒന്നാമത്തെ ആക്ടിനെ നമ്മൾ ഡെക്കാൻ അഗ്രികൾച്ചറൽ റിലീഫ് ആക്ട് ഓഫ് 1879 എന്ന് പറയും. അത് നിങ്ങൾക്ക് കാണാം, ഒന്നുകൂടി പറഞ്ഞു ശീലിക്കുക. ഡെക്കാൻ അഗ്രികൾച്ചറൽ റിലീഫ് ആക്ട് ഓഫ് 1879. ഇതിൻ്റെ പേരോ ഇതിൻ്റെ ഇയറോ മാറി MCQന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പേരും ഇയറും സൈമൾട്ടേനിയസ് ആയിട്ട് നിങ്ങൾ മനസ്സിൽ ഹൃദയസ്ഥമാക്കി മുന്നോട്ട് പോവുക. രണ്ടാമതായി മറ്റൊരു ആക്ട് പാസ്സാക്കിയത് ലാൻഡ് ഇംപ്രൂവ്മെൻറ്റ് ലോൺ ആക്ട് ഓഫ് 1883. അതും പ്രധാനമാണ്. ലാൻഡ് ഇംപ്രൂവ്മെൻറ്റ് ലോൺ ആക്ട് ഓഫ് 83, അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ ലോൺ ആക്ട് ഓഫ് 1884. ഞാൻ പറഞ്ഞു, ജനങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 3 ആക്റ്റുകളാണ് അന്നത്തെ ഗവൺമെൻറ് പാസ്സാക്കിയത്. ഒന്നാമത്തെ ആക്ട് ഡെക്കാൻ അഗ്രികൾച്ചർ റിലീഫ് ആക്ട് ഓഫ് 1879, രണ്ടാമത്തെ ആക്ട് ലാൻഡ് ഇംപ്രൂവ്മെൻറ്റ് ലോൺ ആക്ട് ഓഫ് 1883 ആൻഡ് തേർഡ് വൺ ഈസ് അഗ്രികൾച്ചറൽ ലോൺ ആക്ട് ഓഫ് 18. മറ്റൊരു കമ്മീഷൻ്റെ പേരും ഇയറും ഓർത്ത് വയ്ക്കുന്നത് നന്നായിരിക്കും. ഫെമൈൻ കമ്മീഷൻ 1901. ആ ഫെമൈൻ കമ്മീഷൻ അവരുടെ റിപ്പോർട്ടിൽ ഒരു കാര്യം വ്യക്തമായി പറഞ്ഞു. ആ സെയിങ്സ് ചിലപ്പോൾ ഇൻവെർട്ടർ കോമയിൽ ചോദിച്ചിട്ട് ഏത് കമ്മീഷൻ്റെ റിപ്പോർട്ടാണ് ഇങ്ങനെ പറയുന്നതെന്നൊക്കെ ചോദിക്കാം. അപ്പോൾ 2 കാര്യങ്ങൾ. ഫെമൈൻ കമ്മീഷൻ 1901, അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സെയിങ്സ് ഉണ്ട്. വി therefore think that the time it is for palliative measures has passed. അല്ലേ, കർഷകർക്ക് നമ്മൾ 3 നിയമങ്ങൾ കൊണ്ടുവന്ന് എങ്കിലും വിചാരിച്ച രീതിയിലുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് അതുകൊണ്ടുണ്ടായിട്ടില്ല. അതുകൊണ്ടൊരു പാലിയേറ്റീവ് മെഷേഴ്സിന് ഇപ്പോൾ സമയമായിരിക്കുന്നു എന്ന് ആദ്യമായി പറഞ്ഞ ആ വാക്ക് തന്നെയാണ് പാലിയേറ്റീവ് മെഷേഴ്സ് എന്ന് പറഞ്ഞ ആ കമ്മീഷനാണ് ഫെമൈൻ കമ്മീഷൻ 90. ഫെമൈൻ കമ്മിറ്റി സജസ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്തത് മ്യൂച്വൽ ക്രെഡിറ്റ് അസോസിയേഷൻ എന്നുള്ള പേരിൽ സ്ഥാപനങ്ങൾ ആരംഭിക്കണം എന്നുള്ള നിർദ്ദേശം ആദ്യമായിട്ട് വച്ചത് ഫെമൈൻ കമ്മിറ്റിയാണ്. അപ്പോൾ ഫെമൈൻ കമ്മിറ്റിയുടെ 3-4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. മ്യൂച്വൽ ക്രെഡിറ്റ് അസോസിയേഷൻ എന്നുള്ള പേര് പ്രത്യേകം ഓർക്കുക. അതാരുടെ കോൺട്രിബ്യൂഷനാണെന്ന് ചോദിച്ചാൽ പറയുക ഫെമൈൻ കമ്മീഷൻ. ഇന്ത്യയിൽ വളരെ ഒരു ചീപ്പ് റേറ്റിൽ ലോൺ ലഭ്യമാക്കുക, ക്രെഡിറ്റ് ലഭ്യമാക്കുക, കർഷകരുടെ ഈ ദുസ്ഥിതി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ലക്ഷ്യത്തോടു കൂടി കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് 1892 ആരംഭിച്ചത് നമ്മുടെ ഇന്ത്യൻ ചരിത്രത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. തുടർന്ന് ഇന്ത്യ ചരിത്രം കണ്ട കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റിൻ്റെ ആ സിനേറിയോയിൽ സംസാരിച്ചാൽ ഇന്ത്യ ചരിത്രം കണ്ട പ്രധാനപ്പെട്ട മറ്റൊരു നാഴികക്കല്ലാണ് അന്നത്തെ മദ്രാസ് ഗവൺമെൻറ് മിസ്റ്റർ ഫ്രെഡറിക് നിക്കോൾസൺ എന്ന് പറയുന്നൊരു വിഷണറിയെ, സഹകാരിയെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക്, യൂറോപ്യൻ കൺട്രീസിൻ്റെ സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ
അയച്ചു എന്നുള്ളതാണ് ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഒരു നാഴികക്കല്ലായിട്ട് കരുതുന്നത്. അത് ചെയ്തത് മദ്രാസ് ഗവൺമെൻറ്റാണ്, അയച്ചത് ഫ്രെഡറിക് നിക്കോൾസനെയുമാണ്. ഫ്രെഡറിക് നിക്കോൾസൺ എന്താ ചെയ്തത്? അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് 1899 അദ്ദേഹം റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. ഫ്രെഡറിക് നിക്കോൾസൺ സബ്മിറ്റഡ് ഹിസ് റിപ്പോർട്ട് ഇൻ 1899. ഗവൺമെൻറ് ആ റിപ്പോർട്ട് വിശദമായി തന്നെ പരിശോധിച്ചു. ആ റിപ്പോർട്ടിൻ്റെ റെക്കമെൻഡേഷൻ കൃത്യമായിട്ട് ഒരു ഭാഗത്തുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച 1901 ഫെമൈൻ കമ്മിറ്റി റെക്കമെൻഡേഷൻ കൃത്യമായിട്ട് ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ അവർ മ്യൂച്വൽ ക്രെഡിറ്റ് അസോസിയേഷൻ ഫോം ചെയ്യണം. അതൊരു സഹകരണ പ്രസ്ഥാനത്തിന് തത്തുല്യമായ മറ്റൊരു വീക്ഷണമാണ്. അവർ കൃത്യമായ അതിൻ്റെ ആശയം ഉൾക്കൊണ്ടുള്ള വീക്ഷണമാണ് മ്യൂച്വൽ ക്രെഡിറ്റ് അസോസിയേഷൻ എന്നുള്ളത്. അതും സർക്കാർ പരിഗണിച്ചു. അതുപോലെ തന്നെ ഡ്യൂപ്പർനെക്സ് എന്ന് പറയുന്ന ഒരു വിഷണറി അല്ലെങ്കിൽ സഹകാരി അദ്ദേഹത്തിൻ്റെ ബുക്കിൽ ഒരു കാര്യം വ്യക്തമായി പറഞ്ഞു. പീപ്പിൾസ് ബാങ്ക് ഫോർ നോർത്തേൺ ഇന്ത്യ. ആ പേര് പ്രത്യേകം നോട്ട് ചെയ്യുക. പീപ്പിൾസ് ബാങ്ക് ഫോർ നോർത്തേൺ ഇന്ത്യ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ബുക്കിൽ, ആരുടെ ബുക്കിൽ? ഡ്യൂപ്പർനിക്സിൻ്റെ ബുക്കിൽ സഹകരണ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിൻ്റെ അത്യാവശ്യത്തെക്കുറിച്ച്, ഇമ്പോർട്ടൻസിനെക്കുറിച്ച് വ്യക്തമായ പരാമർശങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രസ്ഥാനത്തിൻ്റെ എമർജൻസിന് നാഴികക്കല്ലായി മാറിയിട്ടുള്ള 3 കാര്യങ്ങൾ. ഏതൊക്കെയാണ് 3 കാര്യങ്ങൾ? 1 ഫ്രെഡറിക് നിക്കോൾസിൻ്റെ റിപ്പോർട്ട്, 2 ഫെമൈൻ കമ്മിറ്റി റിപ്പോർട്ട് 1901, അതുപോലെ തന്നെ ഡ്യൂപ്പർനിക്സിൻ്റെ റിപ്പോർട്ടും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളും അടങ്ങിയ പീപ്പിൾസ് ബാങ്ക് ഓഫ് നോർത്തേൺ ഇന്ത്യ എന്ന് പറയുന്ന ആ ബുക്കിലുള്ള പരാമർശങ്ങളും വിശദമായി തന്നെ അന്നത്തെ സർക്കാർ പരിശോധിച്ചാണ് സഹകരണ സ്ഥാപനങ്ങളുടെ തുടക്കത്തിലേക്ക് ഇന്ത്യ മഹാരാജ്യത്തെ കൊണ്ട്. അന്ന് ബ്രിട്ടീഷ് ഭരണം നമുക്കറിയാം. അപ്പോൾ വൈസ്രോയ് ആയിട്ടുള്ള ലോർഡ് കഴ്സൺ പ്രഭു 3 ഈ കാര്യങ്ങളും വിശദമായി തന്നെ വളരെ ഡീപ്പായിട്ട് പരിശോധിച്ചു. ഇന്ത്യൻ കർഷകരുടെ ഈ ദയനീയാവസ്ഥയ്ക്ക് പരിഹാരം എങ്ങനെ കാണാം എന്നവർ ആലോചിച്ചതിൻ്റെ ഫലമായിട്ട് ഫ്രെഡറിക് നിക്കോൾസിൻ്റെ റിപ്പോർട്ട്, അതുപോലെ തന്നെ ഫെമൈൻ കമ്മിറ്റി റിപ്പോർട്ട്, അതുപോലെ തന്നെ ഡ്യൂപ്പർനിക്സിൻ്റെ റിപ്പോർട്ട്, ഇത് 3ഉം ഈ അന്നത്തെ വൈസ്രോയി ആയിട്ടുള്ള ലോർഡ് കഴ്സൺ വളരെ വിശദമായിട്ട് തന്നെ ഈ ലോർഡ് കഴ്സൺ തുടർ നടപടി സ്വീകരിച്ചത് നമ്മൾ ഈ പറഞ്ഞ സർ എഡ്വേർഡ് ല എന്ന് പറയുന്ന ആ സഹകാരിയെ ചെയർമാൻ ആക്കിക്കൊണ്ട് ഒരു 3 അംഗ കമ്മിറ്റിയെ നിയമിക്കുന്നു. പ്രധാനപ്പെട്ട ആ ഡെവലപ്മെൻറ്റ് സ്റ്റേജ് കൂട്ടുകാർ ഓർത്തു വയ്ക്കുക. ആരാണ്? ലോർഡ് കഴ്സൺ പ്രഭുവാണ് 3 അംഗ കമ്മിറ്റിയെ നിയമിക്കുന്നത്. ആ 3 അംഗ കമ്മിറ്റിയുടെ ചെയർമാൻ സർ എഡ്വേർഡ് ല ആയിരുന്നു. പിന്നെ ബാക്കി 2 ആൾക്കാരുടെ പേര് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഫ്രെഡറിക് നിക്കോൾസൺ ഒരാളും, അതുപോലെ ഡ്യൂപ്പർനിക്സ് 2ാം. അപ്പം 3 പേരെ നിങ്ങൾ ഓർത്തു വയ്ക്കുക. സർ എഡ്വേർഡ് ല അദ്ദേഹം ചെയർമാൻ, അതുപോലെ ഫ്രെഡറിക് നിക്കോൾസൺ, അതുപോലെ തന്നെ ഡ്യൂപ്പർനിക്സ്, ഈ 3 അംഗ കമ്മിറ്റി നിയമിക്കുന്നു. ആ കമ്മിറ്റി ഒരു ഡ്രാഫ്റ്റ് സ്കീം, സഹകരണ പ്രസ്ഥാനം ഏത് രീതിയിൽ എങ്ങനെ എപ്പോൾ ആരംഭിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ഡ്രാഫ്റ്റ് സ്കീം സബ്മിറ്റ് ചെയ്യുന്നു. അവർ സബ്മിറ്റ് ചെയ്ത ഡ്രാഫ്റ്റ് സ്കീം, ആ ബില്ല് 25 മാർച്ച് 1904 പാസ്സാകുന്നു. അപ്പോൾ ആ ഡേറ്റ് പ്രത്യേകം ഓർത്തു വയ്ക്കുക. 1904 മാർച്ച് 25, 25/3/1904 ആ ബില്ല് പാസ്സാകുന്നു. അതാണ് ദ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 എന്നുള്ള പേരിൽ പിൽക്കാലത്ത് അറിയപ്പെട്ടത്. കൃത്യമായി മനസ്സിലായല്ലോ. ഇത് ഒരു ആവർത്തിയും കൂടെ നിങ്ങൾ കേൾക്കുക. നിങ്ങളുടെ മനസ്സിൽ ഈ ഭാഗത്തു നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം കയറിക്കോളും. ഞാൻ നേരത്തെ ഒരു കാര്യം സൂചിപ്പിച്ചതുപോലെ ലോകത്തിലെ തന്നെ ആദ്യത്തെ ഒരു ലെജിസ്ലേഷൻ, സഹകരണ ലെജിസ്ലേഷൻ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ പ്രൊവിഡൻസ് ആക്ട് ഓഫ് 1852 ആണെന്ന് ഞാൻ തുടക്കത്തിലേ സൂചിപ്പിച്ചു. അതുപോലെ തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു മൈൽ സ്റ്റോണിൽ നമ്മൾ എത്തി നിൽക്കുന്നു. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ കോപ്പറേറ്റീവ് ആക്ട്, സൊസൈറ്റീസ് ആക്ട് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും. ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഇൻ ഇന്ത്യ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഇയർ 1904. അതിനെന്താ പേര് വിളിക്കുന്നത്? കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് ഓഫ് 1904 എന്ന് വിളിക്കും. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ആദ്യത്തെ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ആയി കരുതപ്പെടുന്നത്, മൈൽ സ്റ്റോൺ ആയി കരുതപ്പെടുന്നത് 1904 കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് ഓഫ് 1904 തന്നെയാണ്. അത് പാസ്സാക്കിയ ഡേറ്റും ഞാൻ പറഞ്ഞു, 25 മാർച്ച് 1904. ആ ഡേറ്റും കൂട്ടുകാർ ഒരു കാരണം. ഈ 1904 ആക്ട് പാസ്സാക്കുന്നതിന് 3 ലക്ഷ്യങ്ങൾ, ഓബ്ജക്ട്സ് 3 ആണെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന് പ്രധാനമായിട്ടും അംഗങ്ങളുടെ അല്ലെങ്കിൽ കർഷകരുടെ സമ്പാദ്യശീലം, ദ ഹാബിറ്റ് ഓഫ് ത്രിഫ്റ്റ് എന്ന് നമ്മൾ പറയും, സമ്പാദ്യശീലം ഉയർത്തുക എന്നുള്ളതാണ് അവരെ കടക്കണിയിൽ നിന്ന് മാറ്റാനുള്ള ഒരു തന്ത്രമായിട്ട് അന്നത്തെ സർക്കാർ കണ്ടത്. അപ്പോൾ ദ അപ്ലിഫ്റ്റ് ഓഫ് ഹാബിറ്റ് ഓഫ് ത്രിഫ്റ്റ്, അതാണ് ഒന്നാമത്തെ ഓബ്ജക്റ്റ് ആയിട്ട് പറയുക. രണ്ടാമത്തെ ഓബ്ജക്റ്റ് സെൽഫ് ഹെൽപ്പ്, പരസ്പര സഹായം.
അതിലൂടെ സ്വന്തമായി സഹായിക്കുക എന്നുള്ളതിൻ്റെ ബേസൊക്കെ ഉരുത്തിരിഞ്ഞ് വന്ന ആ സമയത്ത് തന്നെയാണ്. അത് രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് സെൽഫ് ഹെൽപ്പ്. അതുപോലെ തന്നെ മൂന്നാമത് ഒരു ഒബ്ജക്റ്റീവ് കൂടെ 1904 ആക്ടിന് പറയാൻ പറ്റും. അതാണ് കോപ്പറേഷൻ എമംഗ് അഗ്രികൾച്ചറലിസ്റ്റ്. അഗ്രികൾച്ചറിസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ആർട്ടിസൻസ് ഉണ്ടാവും, കർഷകരുണ്ടാവും. ഇവരെല്ലാം അവരുടെ അവർ തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുക. ഈ 3 ഒബ്ജക്ട്സാണ് പ്രധാനമായിട്ടും 1904 ആക്ടിൽ വിഭാവനം. നമുക്ക് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്, സാലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് 1904 ആക്ട്, അതിൻ്റെ പ്രധാന ഫീച്ചേഴ്സ് നോക്കാം. ഇതിൽ നിന്ന് പല ചോദ്യങ്ങളും നിങ്ങൾക്ക് MCQ ആയിട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പറയുന്ന പോയിൻറ്റ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. എല്ലാ പോയിൻറ്റ്സും നിങ്ങൾ കാണാനും കഴിയുന്നുണ്ട്, കേൾക്കാനും കഴിയുന്നുണ്ട്. 3-fold എഫക്റ്റ് കേട്ടോ, 2-fold അല്ല. ഒന്നാമതായിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് ഈ ഒരു ആക്ടിൻ്റെ പേരിൽ നിന്ന് തന്നെ ഒരു ഫീച്ചർ നമുക്ക് എടുക്കാം. എന്താണ്? കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് ഓഫ് 1904 അല്ലേ? അപ്പോൾ ഇവിടെ അഡ്വക്കേറ്റ് ചെയ്യുന്നത്, പ്രൊമോട്ട് ചെയ്യുന്നത് ഒൺലി ദ ഫോർമേഷൻ ഓഫ് ക്രെഡിറ്റ് സൊസൈറ്റീസ്. അതാണ് ആദ്യമായി നമുക്ക് പറയാൻ കഴിയുന്ന ഒരു ഫ്യൂച്ചർ. അപ്പോൾ നോൺ ക്രെഡിറ്റ് സംഘങ്ങളില്ല, ക്രെഡിറ്റ് സംഘങ്ങൾ മാത്രം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ആക്റ്റാണ് 1904 ആക്ട്. ഒന്നാമത്തെ ഫ്യൂച്ചർ അതാണ്. രണ്ടാമത്തെ ഫ്യൂച്ചറായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് റിക്കോർഡ് ഫോർ ദ ഫോർമേഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. നമ്മൾ ആക്ട് ആൻഡ് റൂൾസിലൊക്കെ പഠിച്ചിട്ടുണ്ട് 25 എന്ന്. അതിപ്പോൾ 1969 ആക്ടിൽ 1904 ആക്ടിൽ 10 പേര് മതി. അപ്പോൾ 10 പേർ ലിവിങ് ഇൻ ദ സെയിം ലൊക്കാലിറ്റി could form a cooperative society for the encouragement of ഞാൻ ഈ പറഞ്ഞ 3 ഒബ്ജക്ട്സ്, ത്രിഫ്റ്റ്, സെൽഫ് ഹെൽപ്പ്, പിന്നെ കോപ്പറേഷൻ എമംഗ് അഗ്രികൾച്ചർ എന്ന് പറയുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് 10 അംഗങ്ങൾ മതി. അത് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അത് അടുത്ത ഫ്യൂച്ചറാണ്. സംഘങ്ങളെ രണ്ടായിട്ട് തിരിച്ചിരുന്നു അന്ന് 1904 ആക്ടിൽ. അതിനെ റൂറൽ എന്നും അർബനും എന്നും ആണ് 2 പേരിട്ട് വിളിച്ച് 2 ക്ലാസിഫൈ ചെയ്തിരുന്നു, 2ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിരുന്നു, റൂറൽ ആൻഡ് അർബൻ. ഈ റൂറൽ സൊസൈറ്റീസ് എപ്പോഴും അൺലിമിറ്റഡ് അതിന് മാത്രമേ സാധ്യതയുണ്ടായിരുന്നുള്ളൂ. റൂറൽ സൊസൈറ്റീസ് അൺലിമിറ്റഡ് മാത്രം. പക്ഷേ അർബൻ സൊസൈറ്റീസ് സംബന്ധിച്ച് അവരുടെ ഓപ്ഷന് വിട്ടുകൊടുത്തിട്ടുണ്ട്. അത് ഏത് രീതിയിൽ നിങ്ങൾ തീരുമാനിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് മറ്റൊരു ഫ്യൂച്ചറായിട്ട്. പിന്നെ ഏരിയ ഓപ്പറേഷൻ വളരെ കുറഞ്ഞ ഒരു ഏരിയ ആയിരിക്കും, ലിമിറ്റഡ് ഏരിയ ഓഫ് ഓപ്പറേഷനാണ്. പ്രവർത്തന പരിധി വളരെ ചുരുങ്ങിയ പ്രവർത്തന പരിധി ആയിരിക്കും 1904 ആക്ട് വിഭാവനം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ലോൺ കൊടുക്കുന്നത് മറ്റൊരു ഫ്യൂച്ചറായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ലോൺ കൊടുക്കുന്നത് അതിൻ്റെ സെക്യൂരിറ്റി എന്താ? ഇന്നൊക്കെ അറിയാം, ബാങ്കിൽ പോയി ഒരു ലോൺ എടുത്താൽ എന്തൊക്കെ സെക്യൂരിറ്റിയാണ് നമ്മൾ കൊടുക്കേണ്ടതെന്ന് നമുക്കറിയാം. അന്ന് ഒരു വ്യക്തിജാമ്യമാണ്, വ്യക്തിഗത ജാമ്യമാണ്, പേഴ്സണൽ സെക്യൂരിറ്റി എന്നാണ് പറയുക. ഒരാളിന് ജാമ്യം മറ്റൊരാളിന് ജാമ്യം ഇയാൾ, അങ്ങനെയുള്ള പേഴ്സണൽ സെക്യൂരിറ്റിയാണ് അന്ന് അഡ്വക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അത് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫ്യൂച്ചറാണ്. അതുപോലെ രജിസ്ട്രാർ എന്ന് പറയുന്ന സംഘം രജിസ്റ്റർ ചെയ്യുന്ന ഒരു പ്രധാനിയാണല്ലോ രജിസ്ട്രാർ. അപ്പോൾ രജിസ്ട്രാറാണ് വളരെ വിശാലമായ അധികാരങ്ങളുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു രജിസ്ട്രാർ 1904 ആക്ടിലും. മറ്റൊരു ഫ്യൂച്ചറായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഇതിൻ്റെ ഫണ്ട്. ഇത്തരം സംഘങ്ങൾ എങ്ങനെയാണ് അവരുടെ റിസോഴ്സ് അല്ലെങ്കിൽ ഫണ്ട് റേസ് ചെയ്യുക? ഫണ്ട് പ്രധാനമായിട്ടും റേസ് ചെയ്യുന്നത് ഇപ്പോഴത്തെ പോലെ തന്നെയാണ്. മെമ്പേഴ്സിൽ നിന്നും ഡെപ്പോസിറ്റ്, നിക്ഷേപങ്ങൾ സ്വീകരിച്ചു കൊണ്ടവർക്ക് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നോൺ മെമ്പേഴ്സ്, അംഗങ്ങളല്ലാത്തവരിൽ നിന്നും ലോൺ സ്വീകരിക്കാൻ പറ്റും. അതുപോലെ ഗവൺമെൻറ്, മറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ സംവിധാനങ്ങളിൽ നിന്നും അവർക്ക് ധനസമാഹരണം നടത്താനുള്ള അവകാശവും ഉണ്ടായിരുന്നു. ഈ രീതിയിലാണ് അവരുടെ അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് അവരുടെ അക്കൗണ്ട്സ് 1904 ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള സംഘങ്ങളുടെ അക്കൗണ്ട്സ് പിന്നെ പരിശോധിക്കുന്നത് രജിസ്ട്രാറാണ്. രജിസ്ട്രാറിന് പൂർണ്ണമായ അധികാരം ഉണ്ടായിരിക്കും അവരുടെ അക്കൗണ്ട്സ് പരിശോധിക്കാൻ. മറ്റൊരു ഫ്യൂച്ചർ പ്രധാനമായിട്ടും നിങ്ങൾ ഓർത്തു വയ്ക്കേണ്ടത്, ഇതിൻ്റെ അംഗങ്ങളിൽ മെമ്പേഴ്സിൽ 5/4 ഭാഗം, 4/5, 5/4 ഭാഗം കർഷകരായിരിക്കണം, അഗ്രികൾച്ചറിലായിരിക്കണം. ഏത് കേസിൽ ഞാൻ 2 കാറ്റഗറൈസേഷൻ പറഞ്ഞു, റൂറൽ ആൻഡ് അർബൻ. റൂറൽ സംഘങ്ങളാണെങ്കിൽ 5/4 ഭാഗം കർഷകരായിരിക്കണം. പിന്നെ അർബൻ സംഘങ്ങളാണെങ്കിൽ ഇത് നോൺ അഗ്രികൾച്ചറലിസ്റ്റ് ആയിരുന്നാലും മതി, കർഷകേതര വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരായിരുന്നാലും മതി എന്നാണ് മറ്റൊരു ഫ്യൂച്ചറായിട്ട്. മറ്റൊരു പ്രധാന ഫ്യൂച്ചർ ഞാൻ നേരത്തെ പറഞ്ഞു, ലയബിലിറ്റിയെ സംബന്ധിച്ച്. അപ്പോൾ 1904 ആക്ടിനെ സംബന്ധിച്ച് ലയബിലിറ്റി റൂറൽ സംഘങ്ങളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അൺലിമിറ്റഡ് ആയിരിക്കും. അതൊരു പോരായ്മയാണ്, പിന്നെ നമുക്ക് നോക്കാം. പക്ഷേ അർബൻ സൊസൈറ്റിയെ സംബന്ധിച്ച് അത് ലിമിറ്റഡോ അൺലിമിറ്റഡോ ആവാൻ പറ്റും, അത് ഓപ്ഷനിലാണ്. അത് നേരത്തെ പറഞ്ഞു. ഇതാണ് ലയബിലിറ്റിയെ സംബന്ധിച്ച് ഒരു ഫ്യൂച്ചർ. ഡിവിഡൻഡിനെ സംബന്ധിച്ചൊരു ഫ്യൂച്ചർ ഉള്ളത്, ഡിവിഡൻഡ് കൊടുക്കുന്ന ഏർപ്പാടില്ല. പ്രത്യേകിച്ചും റൂറൽ കാറ്റഗറിയിൽ പെടുന്ന സംഘങ്ങൾക്ക് 1904 ആക്ട് പ്രകാരം ഡിവിഡൻഡ് എന്ന് പറയുന്നൊരു സംവിധാനമില്ല. അതൊരു ഫ്യൂച്ചറായിട്ട് പറയാം. അപ്പോൾ അതിൻ്റെ കണക്റ്റഡ് ആയിട്ടുള്ള മറ്റൊരു ഫ്യൂച്ചർ പറയാം, സർപ്ലസ് ഫണ്ട് ഉണ്ടെങ്കിലോ.
സർപ്ലസ് ഫണ്ട് ഉണ്ടെങ്കിൽ ആ സർപ്ലസ് റിസർവ് ഫണ്ടിലേക്ക് മാറ്റാനുള്ള പ്രൊവിഷനാണ് 1904 ആക്ടിൽ ഉണ്ടായിരുന്നത്. അത് മറ്റൊരു നേരത്തെ പറഞ്ഞ പോലെ സംഘം ലോൺ സ്വീകരിക്കുന്നത് നോൺ മെമ്പേഴ്സിൽ നിന്ന് അതിന് പ്രൊവിഷനുണ്ട്. എങ്കിലും ലോൺ കൊടുക്കുന്നത് 1904 ആക്ട് പ്രകാരം മെമ്പേഴ്സിന് മാത്രം. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാന ഫ്യൂച്ചറായിട്ട് പറയാം. ലോൺ അലൗഡ് അല്ലെങ്കിൽ അലോട്ടഡ് ഓൺലി ടു ദ. അതുപോലെ മറ്റൊരു ഫീച്ചർ അംഗങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന ഷെയർ ലിമിറ്റ് ബൈലായിൽ എഴുതി വച്ചിരിക്കുന്നതിന് തത്തുല്യമായിരിക്കും. അത് നേരത്തെ ആക്ടിൽ കൃത്യമായിട്ട് അങ്ങനെയൊന്നും പറയുന്നില്ല. പക്ഷേ ബൈല ആസ് പെർ ദ പ്രൊവിഷൻസ് ഇൻസേർട്ട് ഇൻ ദ ബൈല എന്നാണ് കൃത്യമായിട്ട് മറ്റൊരു ഫീച്ചർ. പ്രധാനപ്പെട്ട മറ്റൊരു ഫീച്ചർ, അതിൻ്റെ നിലനിൽപ്പിനെ സംബന്ധിച്ച മറ്റൊരു ഫീച്ചർ, ഇത്തരം ക്രെഡിറ്റ് സൊസൈറ്റീസിനെ ഗവൺമെൻറ് ഫീസിൽ നിന്നും ടാക്സസിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കിയിരുന്നു എന്നുള്ളതാണ്. അത് ആ സംഘത്തിന് കൊടുക്കുന്ന ഒരു പ്രയോറിറ്റി ആയിട്ട് 1904 ആക്ട് പ്രകാരം കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസിൻ്റെ ഫോർമേഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ക്രെഡിറ്റ് മൂവ്മെൻറ്റ് വല്ലാതെ ഫ്ലറിഷ് ചെയ്തു ആ കാലഘട്ടത്തിൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെയുള്ള സ്റ്റേജ് നമ്മൾ പരിശോധിച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കും. കോപ്പറേറ്റീവ് ക്രെഡിറ്റ് മേഖല ഒരു പരിധി വരെ മുന്നോട്ട് പോയി ഈ 1904 ആക്ടിൻ്റെ ഫലമായിട്ട്. ഒരു ഇൻഡെപ്ത് സ്റ്റഡിയിൽ നമ്മളെ ഒരു മെക്ലഗൻ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു കാര്യം പറയുന്നുണ്ട്. അതിൻ്റെ ഫൗണ്ടേഴ്സ് ഉദ്ദേശിച്ച തരത്തിലേക്ക് സഹകരണ പ്രസ്ഥാനത്തിനെ മുകളിലേക്ക് എത്തിക്കാൻ 1904 ആക്ടിന് സാധിച്ചിട്ടില്ല, ക്രെഡിറ്റ് മേഖലയിൽ മാത്രമായി അത് ചുരുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു പരാമർശം മെക്ലഗൻ കമ്മിറ്റി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ പേര് ശ്രദ്ധിക്കുക, മെക്ലഗൻ കമ്മിറ്റി. അവർ പറഞ്ഞത് ദ മൂവ്മെൻറ്റ് ഡിഡ് നോട്ട് ടേക്ക് ലോങ് ടു ഔട്ട്ഗ്രോ ദ ഡ്രീംസ് ഓഫ് ഇറ്റ്സ് ഫൗണ്ടേഴ്സ് എന്നാണ്. അതിൻ്റെ സ്ഥാപകർ 1904 ആക്ടിൻ്റെ സ്ഥാപകർ ഉദ്ദേശിച്ച തരത്തിലേക്ക് അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്ന തരത്തിലേക്ക് 1904 ആക്ട് എത്തിയിട്ടില്ല എന്നുള്ളൊരു പരാമർശം മെക്ലഗൻ കമ്മിറ്റി മുന്നോട്ട് വച്ചു. ഇതാണ് പുതിയ ഒരു ആക്ടിൻ്റെ ചിന്തയിലേക്ക് സഹകാരികളെ കൊണ്ടെത്തിച്ചിട്ടുള്ളത് എന്ന് സുഹൃത്തുക്കൾ. 1904 ആക്ടിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു സെൻട്രൽ ഏജൻസി, അതിൻ്റെ ഒരു അപ്പർ ഏജൻസി, അതിനെക്കുറിച്ച് പരാമർശമില്ല. അവരുടെ സാമ്പത്തിക കാര്യങ്ങൾ അവരെ കൈപിടിച്ചുയർത്താൻ വേണ്ടിയുള്ള സെൻട്രൽ ഏജൻസിയെക്കുറിച്ചുള്ള പരാമർശമില്ല. അത് വലിയ ഡ്രോബാക്കായിട്ട് പറയാൻ പറ്റും. അതുപോലെ തന്നെ ക്രെഡിറ്റ് സൊസൈറ്റീസിൻ്റെ മാത്രം ഒരു പരാമർശം മാത്രം, നോൺ ക്രെഡിറ്റ് സെക്ടറിനെ കുറിച്ച് യാതൊരു പരാമർശവും 1904 ആക്ടിലില്ല. ഇതൊക്കെയാണ് അതിൻ്റെ അപജയങ്ങളായിട്ട് അല്ലെങ്കിൽ ഡ്രോബാക്സുകളായിട്ട് ചൂണ്ടിക്കാട്ടപ്പെട്ടത്. അതാണ് മെക്ലഗൻ കമ്മിറ്റി ഇവിടെ പോയിന്റ്. ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് ഈ ഒരു ഡിസ്കഷൻ അവസാനിപ്പിക്കാം. അവരുടെ ലയബിലിറ്റിയെ സംബന്ധിച്ച്, ലയബിലിറ്റി റൂറൽ സംഘങ്ങളെ സംബന്ധിച്ച് അൺലിമിറ്റഡ് ആണ്. പിന്നെ അർബൻ സംഘങ്ങളെ സംബന്ധിച്ച് വേണമെങ്കിൽ ലിമിറ്റഡ് സംഘങ്ങൾ ഉണ്ടാക്കാം. അവിടെ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇത് ഒരു ലോജിക്കില്ലാത്തൊരു സംഗതിയാണ്. ഇതും കമ്മിറ്റി പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് പുതിയ ഒരു ആക്ടിനെ സംബന്ധിച്ച് ചിന്തിക്കാൻ സഹകാരികളെ കൃത്യമായി പ്രേരിപ്പിച്ചിട്ടുള്ളത് എന്ന് സുഹൃത്തുക്കളോട്. ഇനി നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ നോക്കാം. 1904 ആക്ടിൽ നമ്മൾ സൂചിപ്പിച്ച ചില അപജയങ്ങൾ, അതിൻ്റെ ഡിഫക്റ്റുകൾ, ഡ്രോബാക്സുകളാണ് സർക്കാരിനെ പുതിയ ഒരു ആക്ടിൻ്റെ എമർജൻസിയിലേക്ക് ചിന്തിക്കാൻ ഇടയാക്കിയത്. അതാണ് 1912 ആക്ടിൻ്റെ എമർജൻസിയിലേക്ക് എത്തിച്ചത്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, 1904 ആക്ടിൻ്റെ ഡിഫക്ട്സുകൾ ഞാൻ കൃത്യമായി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഗവൺമെൻറ് പുതിയ ഒരു ലെജിസ്ലേഷനെ കുറിച്ച് ആരംഭിക്കുന്നു. അങ്ങനെ 1912 പുതിയ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഓഫ് 1912 രൂപാഭാവം നൽകുന്നു. അതിന് 1912 ആക്ട് 2 എന്നാണ് പറയുക. ആക്ട് റോമൻ ലെറ്റർ 2, ആക്ട് 2 ഓഫ് 1912. ഈ ആക്ടിന് 50 സെക്ഷനുകളാണുള്ളത്. 1969 ആക്ടിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, 110 സെക്ഷൻ. അതുപോലെ തന്നെ 12 ആക്ടിൽ 50 സെക്ഷനുകളാണ് ഉണ്ടായിരുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. ഇതൊക്കെ MCQയിൽ ചോദിച്ചാൽ പറയുക, പേപ്പർ ആൻഡ് പെൻ, ഞാൻ കൂടെ പറയേണ്ട കാര്യമില്ല, അതൊക്കെ നോട്ട് ചെയ്ത് പോവുക. ഇവിടെ പ്രധാനപ്പെട്ട ഒരു ഫ്യൂച്ചറായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് 1912 ആക്ടിനെ സംബന്ധിച്ച് പ്രധാന സാലിയൻ ഫ്യൂച്ചറായിട്ട് പറയാൻ പറ്റുന്നത് രജിസ്ട്രേഷൻ ഓഫ് ക്രെഡിറ്റ് ആൻഡ് നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആർ പോസിബിൾ ഹിയർ. രണ്ടും നടക്കും. അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷനെ സംബന്ധിച്ച് പിന്നെ ക്രെഡിറ്റ് സൊസൈറ്റീസ്, നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസ്, അതുപോലെ തന്നെ ഫെഡറൽ സൊസൈറ്റീസ്, അതുപോലെ തന്നെ കോപ്പറേറ്റീവ് യൂണിയൻസ്, ഇവയുടെ ഫോർമേഷനെയൊക്കെ സംബന്ധിച്ച് കൃത്യമായ റൂൾസ് കൊണ്ടുവന്നിട്ടുള്ളത് 1912 ആക്ടിലാണ്. അത് കുറച്ചുകൂടി പോപ്പുലർ ആവാൻ കാരണവും അതുതന്നെയാണ്. അതുപോലെ രജിസ്ട്രാറുടെ പവേഴ്സിനെ സംബന്ധിച്ച് പറഞ്ഞു, 1904 ആക്ടിൽ തന്നെ പവർഫുള്ളാണ് രജിസ്ട്രാർ. അപ്പോൾ കൂടുതൽ പവർ രജിസ്ട്രാറിലേക്ക് എത്തിയപ്പോൾ ആ അധികാരങ്ങൾ വികേന്ദ്രീകരിക്കാനുള്ള ഡെലിഗേഷൻ ഓഫ് പവേഴ്സ് എന്ന് പറയും. ഡെലിഗേഷൻ ഓഫ് പവർ ഓഫ് RCS ഇംപ്ലിമെൻ്റ് ചെയ്തത് 1912 ആക്ടിലാണ്. അദ്ദേഹത്തിൻ്റെ സബോർഡിനേറ്റിലേക്ക് അധികാരം ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്ത ഒരു ആക്ടാണ് 1912 ആക്ട്.
ഓർത്ത് വയ്ക്കുക MCQ. രജിസ്ട്രാറുടെ പവർ ഡെലിഗേഷൻ ആദ്യമായി ഇംപ്ലിമെൻറ്റ് ചെയ്ത് 1912 ആക്ടിലാണെന്ന് സാരം. അതുപോലെ ക്ലാസിഫിക്കേഷൻ കുറച്ചുകൂടി സയൻറ്റിഫിക് ആക്കി. നമുക്കറിയാം ലിമിറ്റഡ് ലയബിലിറ്റി, അൺലിമിറ്റഡ് ലയബിലിറ്റി കൃത്യമായി ഡിഫൈൻ ചെയ്തു. ഏതാണ് ലിമിറ്റഡ്, എങ്ങനെയിരിക്കണം അൺലിമിറ്റഡ് എന്ന് കുറച്ചുകൂടി ക്ലാരിഫൈ ചെയ്തു, അതിനെ ഡിഫൈൻ ചെയ്തു. അതുപോലെ തന്നെ ബൈല അമെൻമെൻറ്റ്, ബൈല ഭേദഗതി എന്ന് പറയുന്ന പ്രൊവിഷൻ ആദ്യമായി കൊണ്ടുവന്നത് 1912 ആക്ടിലാണ്. ഓർത്ത് വയ്ക്കൂ. അതുപോലെ തന്നെ ഓഡിറ്റിന് ഫീസ്, ഓഡിറ്റ് ലെവി, ഓഡിറ്റ് ഫീസ് എന്ന് പറയുന്ന ഒരു സംഭവം ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് ഞാൻ ഈ പറഞ്ഞ 1912 ആക്ടിലാണ്. ഓഡിറ്റ് ഫീസ് ലെവി ഓഫ് 1912 ആക്ടിൻ്റെ സുപ്രധാനമായ ഒരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെറിറ്റായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക ഒരു മെറിറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് പ്രധാനപ്പെട്ട ഒരു പ്രൊവിഷൻ, ദ വേർഡ് കോപ്പറേഷൻ ബിക്കം ലീഗൽ ഇൻ ദിസ് ആക്ട്. സഹകരണം എന്ന് പറയുന്ന അല്ലെങ്കിൽ കോപ്പറേഷൻ എന്ന് പറയുന്ന വാക്ക് ലീഗലൈസ് ചെയ്തു, നിയമവിധേയമാക്കി. അത് ഈ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെടുന്ന സ്ഥാപനങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാൻ പാടുള്ള ഒരു വാക്കാക്കി മാറ്റി കോപ്പറേഷൻ അല്ലെങ്കിൽ സഹകരണം. ഇല്ലീഗൽ യൂസ് കണ്ടു കഴിഞ്ഞാൽ പീനലൈസ് ചെയ്യാനുള്ള പ്രൊവിഷനും 1912 ആക്ടിൽ കൊണ്ടുവന്നു. ഇത് സുപ്രധാനമാണ്. ഇമ്പോർട്ടൻറ്റ് ഫ്യൂച്ചേഴ്സായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് 1912 ആക്ടിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫ്യൂച്ചേഴ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, ഞാൻ പറഞ്ഞു മിനിമം 10 അംഗങ്ങൾ മതി. അപ്പോൾ 18 വയസ്സ് മിനിമം തികഞ്ഞിരിക്കണം എന്നുള്ള കണ്ടീഷൻ ആദ്യമായി കൊണ്ടുവരുന്നത് 1912 ആക്ടിലാണ്. അതിൻ്റെ ഒരു സാലൻറ്റ് ഫ്യൂച്ചറായിട്ട് നമുക്ക് പറയാൻ പറ്റും. 18 ഇയേഴ്സ് ഓഫ് ഷെയർ ക്യാപിറ്റലിൻ്റെ ഹോൾഡിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു മെമ്പർക്ക് ടോട്ടൽ ഷെയർ ക്യാപിറ്റലിൻ്റെ 20%-ലധികമുള്ള ഷെയർ വേണമെങ്കിൽ ഹോൾഡ് ചെയ്യാം എന്ന് 1912 ആക്ടിലുണ്ടായിരുന്നു. അതുപോലെ ലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റീസിൻ്റെ കേസിൽ 1000 രൂപയ്ക്ക് മുകളിലുള്ള ഷെയർ അവർക്ക് കൈവശം വയ്ക്കാനുള്ള അധികാരവും ഉണ്ടായിരുന്നു. അതൊരു ഫ്യൂച്ചറായിട്ട് നമുക്ക് പറയാം. ഫസ്റ്റ് ടൈം ആദ്യമായിട്ട് സെൻട്രൽ സൊസൈറ്റിയുടെ രൂപീകരണത്തെ സംബന്ധിച്ചൊരു നിർദ്ദേശം, ദ ഫോർമേഷൻ ഓഫ് സെൻട്രൽ സൊസൈറ്റീസ് ഫസ്റ്റ് ടൈം ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1912 ആക്ട്. അതൊരു പ്രധാന ഫ്യൂച്ചറായിട്ട് ഓർത്ത് വയ്ക്കുക, ചോദിക്കാൻ സാധ്യതയുണ്ട്. സെൻട്രൽ സൊസൈറ്റീസിൻ്റെ ഫോർമേഷൻ ആദ്യമായി ഒരു ഐഡിയ കൊണ്ടുവന്നതിന് വളരെ വലിയ അഡ്മിനിസ്ട്രേറ്റീവ് പവേഴ്സ് രജിസ്ട്രാർ കൊടുത്തു. എൻക്വയറി, ലിക്വിഡേഷൻ, അങ്ങനെ ഒത്തിരി കാര്യങ്ങളിൽ രജിസ്ട്രാർക്ക് അമിത അധികാരമല്ല പവർഫുൾ ആക്കിയത് 1912 ആക്ടിലാണ്. ഇതിനുശേഷം സഹകരണ മേഖല ഇന്ത്യയിൽ എങ്ങനെ പ്രോഗ്രസ് ചെയ്യുന്നു അല്ലെങ്കിൽ പുരോഗതിയിലേക്ക് പോകുന്നു എന്നറിയാൻ വേണ്ടിയിട്ടൊരു കമ്മിറ്റിയെ സർക്കാർ അപ്പോയിൻ്റ് ചെയ്യുന്നു. അത് ഓർത്ത് വയ്ക്കാൻ ഞാൻ നേരത്തെ പരാമർശിച്ചു. മെക്ലഗൻ കമ്മിറ്റി, സർ മെക്ലഗാൻ എന്ന് പറയുന്ന ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, സ്പെല്ലിങ് നോക്കി പഠിക്കുക. മെക്ലഗൻ കമ്മിറ്റി അപ്പോയിൻ്റ് ചെയ്തത് 1914 അതും ഓർത്ത് വയ്ക്കുക. 1914 ഈ കമ്മിറ്റി 1914 ഒക്ടോബറിലാണ് ഈ കമ്മിറ്റി അപ്പോയിൻ്റ് ചെയ്യുന്നത്. ആ കമ്മിറ്റി റിപ്പോർട്ട് 1915 കൊടുക്കുന്നു. 14 ഒക്ടോബറിൽ അപ്പോയിൻ്റ് ചെയ്യുന്നു. ഒരു വർഷം കഴിഞ്ഞ് 1915 റിപ്പോർട്ട് മെക്ലഗാൻ കമ്മിറ്റി സമർപ്പിക്കുന്നു. അതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അവർ പറഞ്ഞ കുറച്ച് റെക്കമെൻഡേഷൻസ്, ഒന്ന് സൊസൈറ്റീസിനെ ഈ 4 തരത്തിൽ ക്ലാസിഫൈ ചെയ്യണം എന്നാണ് പ്രധാനമായിട്ടും മെക്ലഗാൻ കമ്മിറ്റി പറഞ്ഞത്. ഒന്ന് പ്രൈമറി കോപ്പറേറ്റീവ്സ്, 2 കോപ്പറേറ്റീവ് യൂണിയൻസ്, 3 സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്, 4 പ്രൊവിൻഷ്യൽ കോപ്പറേറ്റീവ് ബാങ്ക്. ഈ തരത്തിൽ 4 കാറ്റഗറൈസേഷൻ സംഘങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്തത് മെക്ലഗാൻ കമ്മിറ്റിയാണ്. അത് 4 നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഒന്നുകൂടി മനസ്സിലാക്കി. 1904 ആക്ടും 1912 ആക്ടും തമ്മിൽ നമ്മൾ ഇത്രയും സമയം ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഒരു ക്ലാസിഫിക്കേഷൻ, ഒരു ഡിഫറൻസിയേഷൻ നമുക്ക് നടത്താൻ പറ്റും. അത് നമുക്ക് പെട്ടെന്ന് ഒന്ന് പരിശോധിക്കാം. മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ 1904 ആക്ട് ആൻഡ് 1912 ആക്ട്. ഞാനിനി ഒന്നാമത്തെ ഡിഫറൻസ് അതിൻ്റെ പേരിൽ തന്നെയാണ്. എന്താ പേര്? 1904 ആക്ടിനെ സംബന്ധിച്ചതിൻ്റെ പേര് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് എന്നാണ്. 12 ആക്ടിനെ സംബന്ധിച്ചതിൻ്റെ പേര് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്നാണ്. ക്രെഡിറ്റ് എന്ന് പറയുന്ന ആ വേർഡ് രണ്ടാമത്തെ സംഗതിയിലില്ല. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഒരു ഫീച്ചർ നമുക്ക് പറയാൻ പറ്റും. 1904 ആക്ടിനെ സംബന്ധിച്ച് ഫോർമേഷൻ ഓഫ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ഓൺലി അഡ്വക്കേറ്റഡ്. അപ്പുറത്ത് 1912 ആക്ടിനെ സംബന്ധിച്ച് ക്രെഡിറ്റും നോൺ ക്രെഡിറ്റും അഡ്വക്കേറ്റ് ചെയ്യുന്നുണ്ട്. അത് മറ്റൊരു ഫീച്ചറായിട്ട്. മറ്റൊരു ഫീച്ചറായിട്ട് പറയുന്നത് റൂറലും അർബനുമായിട്ടാണ് നമ്മൾ 1904 ആക്ടിൽ സംഘങ്ങളെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇവിടെ ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ലയബിലിറ്റി ആണെന്ന് ഞാൻ പറഞ്ഞു. ലയബിലിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് സംഘങ്ങളെ ക്ലാസിഫൈ ചെയ്യുന്നത്. 1904 ആക്ടിനെ സംബന്ധിച്ച് പ്രൈമറി സൊസൈറ്റീസ് മാത്രം, സെൻട്രൽ സൊസൈറ്റീസിൻ്റെ ഫോർമേഷൻ റെക്കമെൻഡ് ചെയ്ത് 1912 ആക്ടിലാണ്. അത് മറ്റൊരു ഡിഫറൻസ്, പോയിന്റ് ഡിഫറൻസ്. ഷെയർ ക്യാപിറ്റലിൻ്റെ കേസിൽ മറ്റൊരു ഡിഫറൻസ്, ഷെയർസ് 1000 രൂപയ്ക്ക് താഴെയുള്ള ഷെയർസ് മാത്രമേ 1904 ആക്ട് പ്രകാരം അംഗങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റൂ. പക്ഷേ 12 ആക്ടിനെ സംബന്ധിച്ച് 1000 രൂപയിലധികമുള്ള ഷെയർ അവർക്ക് ഹെൽഡ് ചെയ്യാൻ സാധിക്കും. ഇതാണ് 1904 ആക്ടിനെ സംബന്ധിച്ച് ആഡിറ്റ് നടത്തുന്നത് രജിസ്ട്രാർ നേരിട്ടാണ്.
തൊഴിൽ ആക്ടിലെ വ്യവസ്ഥ കുറച്ചുകൂടി ഉദാരമാക്കി രജിസ്ട്രാർ നിർദ്ദേശിക്കുന്ന മറ്റൊരാളിന് ഓഡിറ്റ് നടത്താം എന്നുള്ള പരാമർശം കൊണ്ടുവന്നത് തൊഴിൽ ആക്ടിലാണ്. അതൊരു മറ്റൊരു പ്രോഫിറ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ സംബന്ധിച്ച് 1904 ആക്ടിൽ വലിയ പരാമർശമൊന്നുമില്ല. പക്ഷേ 12 ആക്ടിൽ കൃത്യമായി പറയുന്നുണ്ട് പ്രോഫിറ്റിൻ്റെ 25% റിസർവ് ഫണ്ടിലേക്ക് മാറ്റണം എന്ന് കൃത്യമായ പരാമർശം കൊണ്ടുവന്നത് തൊഴിൽ ആക്ടിലാണ്. അതൊരു വലിയ വ്യത്യാസം. 12 ആക്ടിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചൊരു പോയിന്റ് ഉണ്ട് ഓഡിറ്റ് ഫീസ് സംബന്ധിച്ച്. ഓഡിറ്റ് ഫീസിനെ സംബന്ധിച്ച് 1904 ആക്ടിലെ പരാമർശമില്ല. ഓഡിറ്റ് ഫീസ് ഇംപ്ലിമെൻറ്റ് ചെയ്തത് 1912 ആക്ടിലാണ്. ദാറ്റ് ഈസ് ദ മേജർ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ 1904 ആക്ട്. ട്രാൻസ്ഫർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ആസ് പ്രൊവിൻഷ്യൽ സബ്ജക്റ്റ് എന്ന് പറയുന്ന എക്സാമിനേഷൻ ടോപ്പിക്ക് നോക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് വളരെ മൈനറായിട്ടുള്ള എന്നാൽ പരീക്ഷയ്ക്ക് ഒരു പക്ഷേ ചോദിക്കാൻ സാധ്യതയുള്ള 1-2 ചോദ്യങ്ങൾ നോക്കിയതിന് ശേഷം നമുക്ക് ആ ഭാഗത്തിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. അവിടെ തന്നെ പ്രധാനമായിട്ട് പറയേണ്ടത് കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഓഫ് 1913 സംബന്ധിച്ചാണ്. കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഓഫ് 1913 13 ആക്റ്റാണിത്. അവിടെ ദിവാനായിരുന്ന AR ബാനർജിയാണ് ഈ ആക്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ആക്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. ആരുടെ കാലത്താണ്? ദിവാനായിരുന്ന AR ബാനർജിയുടെ കാലത്താണ്. ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ കൊച്ചിൻ സ്റ്റേറ്റ്, അതാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ച ഒരു ചോദ്യം ആയിട്ട് പറയാം. ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ദ കൊച്ചിൻ സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു സംഘത്തിൻ്റെ പേര് പറയാൻ കഴിയണം. ഇടവനക്കാട് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ലിമിറ്റഡ് നമ്പർ 1. അത് ഈ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഓഫ് 13 അനുസരിച്ച് രൂപീകൃതമായിട്ടുള്ള ഒരു സംഘമാണ് ഇടവനക്കാട് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ലിമിറ്റഡ് നമ്പർ 1. ആ സംഘം ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ രജിസ്റ്റർ നമ്പർ 1 തന്നെയാണ്. അപ്പോൾ അതിനെ പറയാനാണ് ഞാൻ ഈ ഘട്ടത്തിൽ. ഈ 1913 ആക്ടിൻ്റെ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1913 അടിസ്ഥാനത്തിൽ മറ്റൊരു ബാങ്ക്, വളരെ പ്രശസ്തമായ ബാങ്ക് രൂപീകരിച്ചിട്ടുണ്ട്. ആ ബാങ്കിൻ്റെ പേര് കൂടി കൂട്ടുകാർ ഓർത്തു വയ്ക്കുക. കൊച്ചിൻ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്. അത് 19/11/1918 ആ ബാങ്ക് രൂപീകരിച്ചിട്ടുള്ളത്. അതും ഈ ആക്ടിൻ്റെ ബേസിൽ രൂപീകരിച്ചിട്ടുള്ള മറ്റൊരു പ്രധാന ഈ താലൂക്ക് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻസ് എന്ന് പറയുന്നൊരു സംവിധാനം, ഒരു ഘടന ഇല്ല. നോൺ ഒഫീഷ്യൽ രീതിയിൽ അങ്ങനൊരു സംഗതി ഇല്ല. പക്ഷേ കൊച്ചിൻ സെൻട്രൽ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പേരിൽ ഒരു നോൺ ഒഫീഷ്യൽ ഓർഗനൈസേഷൻ ഈ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഓഫ് 13 അടിസ്ഥാനത്തിൽ അന്ന് രൂപീകൃതമായിട്ടുണ്ട് എന്നുള്ളൊരു സംഗതി കൂട്ടുകാർ ഓർക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ അത് നോൺ ഒഫീഷ്യൽ ബോഡിയാണ്. അതാണ് പിൽക്കാലത്ത് ഇപ്പോൾ കാണുന്ന സംസ്ഥാന സഹകരണ യൂണിയൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെയൊക്കെ ഒരു പൂർവികൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് കൊച്ചിൻ സെൻട്രൽ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അവർ നോൺ ഒഫീഷ്യൽ എഡ്യൂക്കേഷൻ ബോഡിയാണ്. അവർ പബ്ലിഷ് ചെയ്യുന്ന ഒരു മന്ത്ലി ഉണ്ടായിരുന്നു. ആ മാഗസിൻ്റെ പേര് സഹകരണ പ്രബോധിനി എന്നുമായിരുന്നു. അതും ഓർത്ത് വയ്ക്കുക. ആ സഹകരണ പ്രബോധിനി കാലാന്തരത്തിൽ രൂപാന്തരം പ്രാപിച്ച് ഇന്ന് കാണുന്ന കേരള കോപ്പറേറ്റീവ് ജേണലായും മാറിയിട്ടുണ്ട് എന്നുള്ള പോയിന്റ് ഓഫ് വ്യൂവിൽ സംസാരിക്കുമ്പോൾ 1913 ആക്ട് നമ്മൾ പറഞ്ഞല്ലോ. അതിന് തുടർച്ചയായിട്ടും മറ്റൊരു ആക്ട് കൂടി പറഞ്ഞു പോകാതെ തരമില്ല. ചിലപ്പോൾ ഒരു മാർക്ക് കിട്ടിയാൽ അത്രയുമായി. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അതിനെ ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഓഫ് 1914 എന്ന് പറയും. 14 ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആണ് ഞാൻ സംസാരിക്കുന്നത്. ഒരൊറ്റ പോയിന്റ് അത് നോക്കിയിട്ട് അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് പോകാം. ഇതിൻ്റെ ക്രെഡിറ്റ്, ഈ ഒരു ആക്ട് കൊണ്ടുവന്നതിൻ്റെ ക്രെഡിറ്റ് അന്നത്തെ ട്രാവൻകൂർ ദിവാനായിട്ടുള്ള ഈ ആക്ട് ഇംപ്ലിമെൻ്റ് ചെയ്തതിൻ്റെ ക്രെഡിറ്റ് അന്നത്തെ ദിവാൻ ഓഫ് ട്രാവൻകൂർ ആയിട്ടുള്ള ട്രാവൻകൂറിൻ്റെ ദിവാനായിരുന്ന P. രാജഗോപാലാചാരിയാണ്. അദ്ദേഹത്തിൻ്റെ സഹകരണ പ്രസ്ഥാനത്തിൽ വളരെ മുഖ്യമായ സ്ഥാനമാണുള്ളത്. അന്നത്തെ തിരുവിതാംകൂർ ദിവാനായിട്ടുള്ള ശ്രീ P. രാജഗോപാലാചാരി ആണ് ഈ ആക്ടിൻ്റെ ഇംപ്ലിമെൻറ്റേഷന് വേണ്ടി ആദ്യകാല പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. പക്ഷേ വലിയ സഹകാരിയായിരുന്നു, വെൽ എക്സ്പീരിയൻസ്ഡ് ആയിരുന്നു. മദ്രാസ് പ്രസിഡൻസിലെ പ്രവൃത്തി പരിചയം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ തിരുവിതാംകൂറിൽ ഈ സഹകരണ പ്രസ്ഥാനം ഈ നിയമം ഇംപ്ലിമെൻ്റ് ചെയ്യാൻ, പാസ്സാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. അതിനുശേഷം വന്ന ശ്രീ M. കൃഷ്ണൻ നായർ ആണ് ഈ ആക്ട് ഇവിടെ പാസ്സാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്. അതിനുശേഷം തിരുവിതാംകൂറിൽ ഒരു രജിസ്ട്രാർ അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടു. ആ രജിസ്ട്രാറുടെ പേര് 1914 അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ള രജിസ്ട്രാറുടെ പേര് ശ്രീ ഗോവിന്ദപിള്ള എന്നാണ്. അദ്ദേഹം അതിൻ്റെ കാലത്താണ് ആദ്യമായി 1915 ഈ ആക്ട് പ്രകാരം ആദ്യത്തെ ഒരു സംഘം തിരുവിതാംകൂർ രൂപീകൃതമാകുന്നു. അതിൻ്റെ പേര് ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്നാണ്. ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ഈ പറഞ്ഞ ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഓഫ് 1914 അടിസ്ഥാനത്തിൽ രൂപീകൃതമായ ഒരു ബാങ്കാണ്. അതാണ് പിൽക്കാലത്ത് നമ്മൾ ഇന്ന് കാണുന്ന കേരള ബാങ്കിൻ്റെ ആദ്യകാല രൂപമായിട്ട് ഉണ്ടായിരുന്നത്. അതും 1931 ഒരു ലാൻഡ് മോർട്ട്ഗേജ് ബാങ്ക്, ഭൂപണയ ബാങ്ക് എന്നുള്ള പേരിൽ ട്രാവൻകൂറിൽ ഒരു ബാങ്ക് രൂപീകരിച്ചിട്ടുണ്ട്. ലോങ് ടൈം ലോൺ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രധാന കർത്തവ്യമായിട്ട് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ട്രാവൻകൂർ കോപ്പറേറ്റീവ് യൂണിയൻ
ഞാൻ പറഞ്ഞു ഇപ്പോൾ കാണുന്ന സംസ്ഥാന സഹകരണ യൂണിയൻ്റെ പൂർവികനായിട്ട് ഒരു സംഗതി നമ്മൾ കൊച്ചിൻ സെൻട്രൽ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് സംസാരിച്ചു. അതിനുശേഷം പിൽക്കാലത്ത് 1925 മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ഒരു ട്രാവൻകൂർ കോപ്പറേറ്റീവ് യൂണിയൻ എന്നുള്ള പേരിൽ ഇവിടെ ഒരു നോൺ ഒഫീഷ്യൽ ബോഡി രൂപീകൃതമായിട്ടുണ്ട് എന്നും മനസ്സിലാക്കി വയ്ക്കുക. ഇവയൊക്കെയാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ പിൻഗാമികളായി. ഈ ട്രാവൻകൂർ കോപ്പറേറ്റീവ് യൂണിയനും ഒരു മാഗസിൻ പബ്ലിഷ് ചെയ്തിരുന്നു. അതിൻ്റെ പേരാണ് ട്രാവൻകൂർ കോപ്പറേറ്റീവ് ജേണൽ. അതുകൂടി മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഇതൊക്കെ GK ആയിട്ട് പറയുന്നതാണ്. ഏതെങ്കിലും ചോദിച്ചാൽ മാർക്ക് കളയും. പക്ഷേ മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932 പാസ്സാക്കിയിട്ടുണ്ട്. 1932 മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. അപ്പോൾ വളരെ മുമ്പ് തന്നെ നമ്മുടെ ദ ഓൾഡസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ കേരള എന്ന് ചോദിച്ചാൽ ഞാൻ മുമ്പ് സംസാരിച്ചിരുന്നു. അത് ഇതൊന്നുമല്ല. ആ സംഘത്തിൻ്റെ പേര് കൂട്ടുകാർ ഓർത്ത് വയ്ക്കുക. കൊടുവായൂർ കോപ്പറേറ്റീവ് ബാങ്ക്. അത് പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിലുള്ള കൊടുവായൂർ കോപ്പറേറ്റീവ് ബാങ്കാണ് ദ ഓൾഡസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എവർ രജിസ്റ്റേർഡ് ഇൻ കേരള എന്ന് ചോദിച്ചാൽ. അപ്പോൾ മറ്റു രണ്ടും ആ ചോദ്യങ്ങളുടെ വ്യത്യാസം കൂടി മനസ്സിലാക്കി കൊണ്ടുപോകണം. 1909 മുൻപ് തന്നെ പിൽക്കാലത്ത് തന്നെ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് കൊണ്ടാണ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ വെച്ച് നോക്കുമ്പോൾ ഓൾഡസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് കൊടുവായൂർ. ഇനി നമുക്ക് കോപ്പറേഷൻ, ട്രാൻസ്ഫർ ഓഫ് കോപ്പറേഷൻ ആസ് എ പ്രോവിൻഷ്യൽ സബ്ജക്റ്റ് എന്ന ഒരു സിലബസ് പ്രകാരമുള്ള ഒരു ഭാഗമാണ് നമുക്കിനി നോക്കാനുള്ളത്. നമുക്കറിയാം, ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം 1919 കാലഘട്ടം മൊണ്ടേഗു ചേംസ്ഫോർഡ് ഭരണപരിഷ്കാരമെന്ന് നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്. ഹിസ്റ്ററി പഠിച്ചിട്ടുള്ള കൂട്ടുകാർക്ക് അത് കൃത്യമായിട്ട് അറിയാം. 1919 മൊണ്ടേഗു ചേംസ്ഫോർഡ് ഭരണപരിഷ്കാരങ്ങൾ, അതിനെ റിഫോംസ് ആക്ട് എന്നും വിളിക്കുന്നുണ്ട്. 1919 മൊണ്ടേഗു ചേംസ്ഫോർഡ് ആക്ടിനെ റിഫോംസ് ആക്ട് എന്നും വിളിക്കുന്നുണ്ട്. അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷന് ശേഷം നമ്മളീ പറയുന്ന സഹകരണം കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഒരു പ്രോവിൻഷ്യൽ സബ്ജക്റ്റായി മാറി എന്നുള്ളതാണ് നമ്മുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രോവിൻസസ് നമുക്കറിയാം, പ്രവിശ്യകൾ നാട്ടുരാജ്യങ്ങളാണ്. അന്നത്തെ ഭരണ സംവിധാനം, സ്റ്റേറ്റുകൾ എന്ന് പറയുന്ന നാട്ടുരാജ്യങ്ങളാണ്. അതിനെ പ്രോവിൻസസ് എന്ന് പറയും, മലയാളത്തിൽ പ്രവിശ്യകൾ എന്ന് പറയും. അപ്പോൾ സഹകരണത്തിൻ്റെ കുത്തക അവകാശം അല്ലെങ്കിൽ അതിൻ്റെ സമ്പൂർണ്ണ അധികാരം അതത് പ്രോവിൻസസിന് അല്ലെങ്കിൽ അതത് സ്റ്റേറ്റുകൾക്കായിരുന്നു ആ കാലഘട്ടത്തിൽ. അതാണ് റിഫോംസ് ആക്ടിൽ കൃത്യമായിട്ട് പ്രതിപാദിച്ചിട്ടുള്ളത്. ആക്ടിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ്റെ ഫലമായിട്ട് ഈ ഒരു വിഷയം, സഹകരണം എന്ന് പറയുന്ന വിഷയം ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റാക്കി മാറ്റി. അപ്പോൾ അവിടെ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് സാധ്യതയുണ്ട്. സഹകരണം അല്ലെങ്കിൽ കോപ്പറേഷൻ ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റായി മാറിയത് ഏത് ആക്ടിൻ്റെ ബേസിലാണ് എന്നൊരു ചോദ്യത്തിന് സാധ്യത. അപ്പോൾ നമ്മൾ പറയുക ഈ റിഫോംസ് ആക്ട് 1919, അതിന് മറ്റൊരു പേര് ചോദിച്ചാലും മൊണ്ടേഗു ചേംസ്ഫോർഡ് ആക്ട് 1919 എന്ന് പറഞ്ഞാലും രണ്ടും ഓൺ ആൻഡ് ദ സെയിം. അത് കൂട്ടുകാരുടെ മനസ്സിൽ കൃത്യമായിട്ട് പ്രാദേശിക സർക്കാരുകളുടെ, പ്രവിശ്യ സർക്കാരുകളുടെ ഒരു മന്ത്രിമാരുടെ കീഴിൽ ഈ പോർട്ട്ഫോളിയോ പ്രത്യേകമായിട്ട് ആ കാലഘട്ടത്തിൽ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിലാകമാനം നിരവധി പ്രോവിൻസസുകളാണ്, നാട്ടുരാജ്യങ്ങളാണ് അന്ന് ഉണ്ടായിരുന്നത്. ആ കാലഘട്ടത്തിൽ ഓരോ നാട്ടുരാജ്യവും പ്രോവിൻസും അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള, യോജിച്ച തരത്തിലുള്ള റൂൾസ് അല്ലെങ്കിൽ ആക്റ്റുകൾ ഫ്രെയിം ചെയ്തിരുന്നു. സഹകരണത്തിൻ്റെ നടത്തിപ്പിന് വേണ്ടിയിട്ട് ആ നാട്ടുരാജ്യത്തിന് അനുയോജ്യമായ നിരവധി നിയമങ്ങളാണെന്ന് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അതാണ് ഈ റിഫോംസ് ആക്ടിൻ്റെ അല്ലെങ്കിൽ മൊണ്ടേഗു ചേംസ്ഫോർഡ് ആക്ട് 1909 കൊണ്ട് പിന്നീടുണ്ടായ ഒരു സംഭവം, ഒരു സഹകരണത്തിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ തേർഡ് സ്റ്റേജ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് വിവിധ പ്രോവിൻസുകൾ പലതരം കമ്മിറ്റികളെ ഈ സഹകരണത്തിൻ്റെ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി അപ്പോയിൻ്റ് ചെയ്തിരുന്നു. പ്രധാനമായിട്ടും രണ്ട് കമ്മിറ്റികൾ, അത് ഓർക്കുക. നിരവധി കമ്മിറ്റികളുണ്ട്. നമ്മൾ പ്രധാനമായിട്ടും 2 കമ്മിറ്റികളുടെ പേര് ഈ തരുണത്തിൽ ഓർക്കുന്നത് നന്നായിരിക്കും. ഒന്ന് റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ എന്ന് പറയുന്നൊരു കമ്മീഷനെ അപ്പോയിൻ്റ് ചെയ്തു. ആ റോയൽ കമ്മീഷൻ്റെ പ്രധാന ചുമതല എന്ന് പറയുന്നത് കാർഷിക രംഗത്ത് സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തി എത്രത്തോളമുണ്ട്, അത് ഏത് രീതിയിൽ മാറ്റം വരുത്തണം എന്നുള്ളതിനെ സംബന്ധിച്ച് പഠിക്കാനാണ് റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചറിൽ അവരുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയത്. അതുപോലെ തന്നെ സെൻട്രൽ ആൻഡ് പ്രൊവിൻഷ്യൽ ബാങ്കിങ് എൻക്വയറി കമ്മിറ്റി എന്ന് പറയുന്നൊരു കമ്മിറ്റിയുണ്ട്. അവരും ഈ പ്രൊവിൻഷ്യൽ സബ്ജക്റ്റായിട്ട് ഈ സഹകരണം കൊണ്ടുവരുമ്പോൾ ഉണ്ടാകേണ്ട മാറ്റങ്ങളെ സംബന്ധിച്ച് കൃത്യമായ പഠനമാണ് ആ കമ്മിറ്റിയും ചെയ്തത്. അപ്പോൾ ഈ 2 കമ്മിറ്റികളുടെ പേര് ഈ തരുണത്തിൽ ഓർത്തു വയ്ക്കുന്നത് തേർഡ് ഫേസ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ റിഫോംസ് ആക്ട് അല്ലെങ്കിൽ മൊണ്ടേഗു ചേംസ്ഫോർഡ് ഭരണപരിഷ്കാരങ്ങൾ 1919 ആണ്, 1919.
അതുപോലെ തന്നെ വിവിധ പ്രോവിൻസുകൾ വിവിധ ആക്ടുകൾ പാസ്സാക്കി അവർക്ക് യോജിച്ച തരത്തിലുള്ള സഹകരണ നിയമങ്ങൾ പാസ്സാക്കി ഞാൻ പറഞ്ഞു. പ്രധാനപ്പെട്ടത് ബോംബെ പ്രോവിൻസ് പാസ്സാക്കിയ നിയമമാണ്. അത് 1925 നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. അത് പ്രത്യേകമായി നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക. ബോംബെ പ്രോവിൻസ് ആക്ട് 1925. പിന്നീട് വന്നത് മദ്രാസ് പ്രോവിൻസ് ആക്ട് ഉണ്ട് 1932. അത് വിശദമായി നമ്മൾ നോക്കിയതാണ്. 1932 മദ്രാസ് പ്രോവിൻസ് ആക്ട്. പിന്നെ 2 സംസ്ഥാനങ്ങൾ ഒറീസ ആൻഡ് ബീഹാർ രണ്ടും ചേർന്നിട്ട് സംയുക്തമായിട്ട് 1932 ശേഷം 35 ആ രീതിയിൽ വേണം നിങ്ങൾ പഠിക്കാൻ. 35 ബീഹാർ ആൻഡ് ഒറീസ ആക്ട്. പിന്നീട് കൂർഗ് എന്ന് പറയുന്ന സ്റ്റേറ്റ് ആ ഒരു പ്രോവിൻസ് അന്ന് ആ സമയത്തുണ്ടായിരുന്നു. അത് 1936 ഒരു ആക്ട് പാസ്സാക്കുന്നത്. പിന്നെ നമുക്ക് ഏവർക്കും അറിയാവുന്ന ബംഗാൾ ആക്ടാണ്. ബംഗാൾ ആക്ട് 1941. ഇങ്ങനെ വിവിധ സ്റ്റേറ്റുകൾ വിവിധ പ്രോവിൻസുകൾ വിവിധ സഹകരണ നിയമങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട്. അതിൻ്റെ വർഷങ്ങൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. അത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പഠിക്കുക. സാധ്യതയുള്ള ഏരിയ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ, കേരള ബാങ്ക് ക്ലർക്ക്, കാഷ്യർ സംയുക്ത പരീക്ഷകളുടെ സ്പെഷ്യൽ ക്ലാസ്സിൻ്റെ 6ാമത് എഡിഷൻ ഇവിടെ അവസാനിക്കാൻ സമയമായിരിക്കുന്നു. കൂടുതൽ സിലബസ് ഓറിയൻറ്റഡ് പാഠഭാഗങ്ങളുമായി അവശേഷിക്കുന്ന പാഠഭാഗങ്ങളുമായി എത്രയും പെട്ടെന്ന് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. അതുവരെ സൈനിങ് ഓഫ് നിങ്ങളുടെ അജിത് കുമാർ. താങ്ക് യു.